നമസ്കാരം. കോതമംഗലം ഭൂതത്താൻകെട്ടിൽ 4 കോടിയോളം മുടക്കി ജലസേചന വകുപ്പ് ചെക്ക് ഡാം നിർമ്മിച്ചത് ആർക്കുവേണ്ടി? സംശയങ്ങൾ പലവിധം, ചർച്ചകളും സജീവം. കഴിഞ്ഞ ദിവസം വൈകിട്ട് ചെക്ക് ഡാമിന്റെ ഷട്ടറിന്റെ സമീപത്ത് വിള്ളൽ രൂപപ്പെടുകയും വിസ്തൃതമായ പ്രദേശത്ത് സംഭരിച്ചിരുന്ന വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോകുകയും ചെയ്തു. ഇവിടം ചെളിക്കുണ്ടായ സ്ഥിതിയാണ് നിലവിലുള്ളത്. 2022 ചെക്ക് ഡാം കമ്മീഷൻ ചെയ്തത്. ഇതിനുശേഷം കഷ്ടി 2 വർഷം പിന്നിട്ടപ്പോഴാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ചെക്ക് ഡാമിന്റെ ജലസംഭരണ ശേഷി നഷ്ടമായിട്ടുള്ളത്. ചെക്ക് ഡാമിന് വിള്ളൽ വീഴാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പെരിയാർ വാലി അധികൃതർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഭൂതത്താൻകെട്ട് അണക്കെട്ടിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ചെക്ക് ഡാമിലെ വെള്ളം ഒഴുകിത്തീർന്നതോടെ നാമമാത്രമായി ഇവിടെ നടന്നു വന്നിരുന്ന ബോട്ടിംഗ് നിലച്ചു. 2016 പെരിയാർ വാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഭൂതത്താൻകെട്ട് ജലസംഭരണിന് സമീപത്ത് നീർച്ചാൽ പ്രദേശത്ത് ജലസേചന വകുപ്പ് ചെക്ക് ഡാം നിർമ്മിച്ചത്. ടൂറിസം വികസനം ലക്ഷ്യമിട്ടാണ് ചെക്ക് ഡാം നിർമ്മിക്കാൻ ജലസേചന വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നത്. 3.25 കോടി എസ്റ്റിമേറ്റ് തുകയിൽ നിർമ്മാണം ആരംഭിച്ച ചെക്ക് ഡാം കമ്മീഷൻ ചെയ്യുന്നത് 2022 ഈ വർഷം തന്നെ ഷട്ടർ തകരാറ് മൂലം ചെക്ക് ഡാമിൽ വെള്ളം സംഭരിക്കാൻ കഴിയാത്ത സ്ഥിതിയും സംജാതമായിരുന്നു. ചെക്ക് ഡാം നിർമ്മാണം പൂർത്തിയാവുന്നതോടെ 2 കിലോമീറ്ററോളം വരുന്ന വൃഷ്ടിപ്രദേശത്ത് സദാസമയവും വെള്ളം നിലനിർത്താൻ കഴിയുമെന്നും ഇതുവഴി ബോട്ടിംഗ് മുടക്കം കൂടാതെ സുഗമമായി നടത്താൻ കഴിയുമെന്നുമായിരുന്നു അധികൃതരുടെ വെളിപ്പെടുത്തൽ. അറ്റകുറ്റപ്പണികൾക്കായി വർഷകാലത്ത് 3 മാസത്തോളം ഭൂതത്താൻകെട്ട് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിടുക പതിവുണ്ട്. ഈ സമയത്ത് ബോട്ടിംഗ് കേന്ദ്രം ഉൾപ്പെടെയുള്ള പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് ജലവിധാനം ക്രമാതീതമായി താഴും. ഇതേ തുടർന്ന് ജലാശയത്തിലെ ബോട്ടിംഗ് നിലയ്ക്കും. ഇത് ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നും ചെക്ക് ഡാം നിർമ്മിച്ചാൽ ഇവിടെ ബോട്ടിംഗ് സാധ്യമാവും എന്നുമായിരുന്നു അധികൃതരുടെ സ്ഥിരീകരണം. തുടക്കത്തിൽ 10 പെഡൽ ബോട്ടുകൾക്ക് സർവീസ് നടത്താൻ അധികൃതർ അനുമതി നൽകിയിരുന്നു. ടൂറിസ്റ്റുകളുടെ അഭാവത്തെ തുടർന്ന് ഇവയിൽ ഒട്ടുമിക്കതും സീസൺ സമയത്ത് പോലും കരയിൽ വിശ്രമിക്കുന്ന സ്ഥിതിയാണ് നിലവിലുണ്ടായിരുന്നത്. മഴ കനക്കുമ്പോഴാണ് സാധാരണയായി ഡാം തുറക്കുന്നത്. ഈ അവസരത്തിൽ നാമമാത്രമായി മാത്രമേ ഇവിടേക്ക് ടൂറിസ്റ്റുകൾ എത്താറുള്ളൂ. ഈ സ്ഥിതിയിൽ വല്ലപ്പോഴും എത്തുന്ന വിരലിലെണ്ണാവുന്ന ആവശ്യക്കാർക്ക് വേണ്ടി കാത്തിരുന്ന് ബോട്ട് ഇറക്കുന്നതിൽ കരാറുകാരും കാര്യമായ താല്പര്യം കാണിക്കാറില്ല. ബോട്ടിംഗ് സുഗമമാക്കാനെന്ന പേരിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ശ്രമം നടത്തിയതായുള്ള ആക്ഷേപം നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടത്തിലെ ഉയർന്നിരുന്നു. പ്രധാനമായും ഭൂമാഫിയെ സഹായിക്കാനാണ് ഈ പാഴ്വേല എന്ന പ്രചാരണവും ശക്തിപ്പെട്ടിരുന്നു. ഈ ടൂറിസം സീസണിലും ചെക്ക് ഡാമിൽ ബോട്ടിംഗ് സാധ്യമാവില്ല എന്നാണ് ഭൂതത്താൻകെട്ടിൽ നിന്ന് ലഭിക്കുന്ന വിവരം. തുടർച്ചയായി ബോട്ടിംഗ് മുടങ്ങുന്ന സാഹചര്യം പ്രദേശത്തെ ടൂറിസം വികസനത്തെ വലിയൊരളവിൽ ബാധിക്കുന്നുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. M4 മലയാളം, കോതമംഗലം.